ഈ ഒരു പ്രൈസിന് ഇത്ര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഗാഡ്ജറ്റ് കമന്റ് ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഈ ഒരു ചെറിയ പ്രോഡക്റ്റിൽ ഒത്തിരി ഫീച്ചേഴ്സ് വരുന്നുണ്ട്. വെൽക്കം ടു ദ സീരീസ് ഓഫ് 15 യൂസ്ഫുൾ ഗാഡ്ജറ്റ് അണ്ടർ 100 rupees പാർട്ട് 1. ഇത് പാർട്ട് 1 മാത്രമേ ആയിട്ടുള്ളൂ. ഇതിന്റെ ബാക്കി എപ്പിസോഡിനായിട്ട് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഫാമിലിക്ക് ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. ഈ ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസ് എത്രയാണെന്ന് പറയുന്നതിന് മുമ്പ് ഇത് എന്താണെന്നും ഇതിന്റെ സ്പെസിഫിക്കേഷൻസ് എന്താണെന്നൊക്കെ പറയാം. ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഇങ്ങനെ ചെറിയൊരു പാക്കറ്റിലാണ്. ഈ ഒരു പ്രൈസിന് ഈ ഒരു പാക്കറ്റ് ധാരാളമാണ്. തക്കാളിപ്പെട്ടിക്ക് ഗോദ്രജിന്റെ പൂട്ടിന്റെ ആവശ്യമില്ലല്ലോ. ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇൻട്രോയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു മൾട്ടിപർപ്പസ് ഗാഡ്ജറ്റ് ആണ്. ഇതിന്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള പർപ്പസ് എന്ന് പറയുന്നത് ഇതൊരു COB ബേസ്ഡ് LED ലൈറ്റ് ആണ്, ഓർ എമർജൻസി ലൈറ്റ് എന്നും പറയാം. COB എന്ന് പറയുന്ന ടെക്നോളജി എന്ന് പറഞ്ഞാൽ ചിപ്പ് ഓൺ ബോർഡ് എന്ന് പറയും. ഒരു സ്ക്വയർ സെന്റിമീറ്ററിൽ ഒത്തിരി LEDസിനെ മൗണ്ട് ചെയ്യുന്ന ടെക്നോളജിയാണ് ചിപ്പ് ഓൺ ബോർഡ് എന്ന് പറയുന്നത്. COB ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ ഇവന്റെ ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് നമ്മൾ പ്രെഡിക്ട് ചെയ്യുന്നതിനേക്കാൾ ഭയങ്കര കൂടുതലായിരിക്കും. ഇവന്റെ സൈസ് വെച്ച് നമ്മൾ കണക്കാക്കുന്ന ഒരു ബ്രൈറ്റ്നസ് അല്ല ഇവന്റെ 100% ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് 4 ലൈറ്റിംഗ് മോഡ്സ് വരുന്നുണ്ട്. 100%, 60%, 30%, പിന്നെ ഒരു സ്ട്രോങ് മോഡ് എന്ന് പറയുന്ന ഒരു മോഡ്. ഇതിന്റെ 100% ബ്രൈറ്റ്നസ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു റൂമിനെ ഏകദേശം ഫുള്ള് ലൈറ്റ് ചെയ്യാൻ ഇവ മാത്രം മതിയാവും. ഇതിന്റെ സൈഡിലായിട്ട് ഒരു ബട്ടൺ ഉണ്ട്. ഇതിനകത്ത് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 100% മോഡ് ആക്റ്റീവ് ആവും. പിന്നെ ഒന്നുകൂടെ പ്രസ് കഴിഞ്ഞാൽ 60%, പിന്നെ ഒന്നുകൂടെ പ്രസ് കഴിഞ്ഞാൽ 30%, പിന്നെ ഒന്നുകൂടെ പ്രസ് ചെയ്താൽ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ട്രോങ് മോഡ് ആക്റ്റീവ് ആവും. അതൊരു 500 mAh ബാറ്ററിയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് 2 hour വരെ ഫുൾ ബ്രൈറ്റ്നസ് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇനി ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട എക്സ്ട്രാ ആയിട്ട് വരുന്ന ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു മാഗ്നറ്റ് വരുന്നുണ്ട്. ഈ ഒരു മാഗ്നറ്റ് പ്ലെയിൻ ആയിട്ടുള്ള സർഫസിലൊക്കെ നമുക്ക് ഫിക്സ് ചെയ്ത് വെച്ചുകൊണ്ട് ലൈറ്റ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പൊ നമ്മുടെ കാറിന്റെ ബോനറ്റിലൊക്കെ എന്തെങ്കിലും സർവീസ് ഒക്കെ നടക്കുന്ന സമയത്ത് ഈ ഒരു ലൈറ്റ് നമുക്ക് ഫിക്സ് ചെയ്ത് വെച്ചുകൊണ്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. കാറിന്റെ ബോനറ്റ് മാത്രമല്ല വേറെ മെറ്റൽ സർഫസുകളിലൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ലൈറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഇതൊരു ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു മാഗ്നറ്റ് എന്നൊക്കെയാണ് അവർ പറയുന്നത്. എന്നാൽ അത്ര സ്ട്രോങ് ഒന്നുമല്ല. എന്നാലും പ്ലെയിൻ ആയിട്ടുള്ള ഒരു സർഫസിലൊക്കെ വെച്ചാൽ ഊരി പോലെ അത് ഫിക്സ് ആയിട്ടൊക്കെ ഇരിക്കും. ഈ ഒരു ഫീച്ചർ നമ്മൾ പ്രൈസ് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് വർത്താണ്. ഇത് കൂടാതെ ഇതിന്റെ ബേസിലായിട്ട് ഒരു സ്റ്റാൻഡ് വരുന്നുണ്ട്. 180 ഡിഗ്രി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടേബിളിലൊക്കെ വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡ് വരുന്നുണ്ട്. തീർന്നിട്ടില്ല, ലൈറ്റ് ഫിക്സ് ചെയ്യുന്നതിന് പിന്നെ ഓപ്ഷൻ ഉണ്ട്. ഇതിന്റെ ബേസിലായിട്ട് ട്രൈപോഡ് നമുക്ക് സ്ക്രൂ ചെയ്യാൻ പറ്റുന്ന ഒരു ഹോൾ ഉണ്ട്. അവിടെ നമുക്ക് ട്രൈപോഡിന്റെ സ്ക്രൂ നമുക്ക് ടൈറ്റ് ചെയ്ത് വെച്ചും ഇവ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എക്സ്ട്രാ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇതിനകത്ത് ഒരു മൈക്രോ USB ടൈപ്പ് ചാർജർ ആണ് വരുന്നത്. ചാർജ് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് നമുക്ക് റെഡ് ഇൻഡിക്കേഷനും ചാർജ് ഫുൾ ആവുന്ന സമയത്ത് നമുക്ക് ഒരു ഗ്രീൻ ഇൻഡിക്കേഷനും ഉണ്ടാവും. ഇതിന്റെ ഒരു പർപ്പസ് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഇതിന്റെ നെക്സ്റ്റ് പർപ്പസ് എന്ന് പറയുന്നത് ഇതിന്റെ സൈഡിലായിട്ട് നമുക്ക് ഒരു കീ ചെയിൻ ഹോൾഡർ വരുന്നുണ്ട്. നമ്മുടെ കാറിന്റെയോ നമ്മുടെ ബൈക്കിന്റെയോ അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ ഒക്കെ കീ നമുക്ക് ഇതിനകത്ത് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ ഇവരെ നമുക്ക് ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ്. ഇതും അത്യാവശ്യം സ്ട്രോങ് തന്നെയാണ്. കൂടെ നമ്മുടെ ബെൽറ്റിന്റെ അല്ലെങ്കിൽ ബാഗിന്റെ ഒക്കെ സ്ട്രിപ്പിലും വരെ നമുക്ക് അറ്റാച്ച് ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അത്യാവശ്യം കാണാനും നല്ല നീറ്റ് ആയിരിക്കും. നമ്മുടെ ബെൽറ്റിലോ അല്ലെങ്കിൽ ബാഗിലൊക്കെ അറ്റാച്ച് ചെയ്താലും കാണാനും അത്യാവശ്യം വൃത്തിയായിരിക്കും എന്നുള്ളതാണ്. മൂന്നാമതായിട്ടുള്ള ഒരു പർപ്പസ് എന്ന് പറയുന്നത് ഇതിനകത്തൊരു ബോട്ടിൽ ഓപ്പണർ വരുന്നുണ്ട്. നമ്മുടെ സോഡ ബോട്ടിൽസോ അല്ലെങ്കിൽ അതുപോലെയുള്ള ബോട്ടിലൊക്കെ നമുക്ക് ഇവനെ വെച്ചിട്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ്. പിന്നെ എനിക്ക് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്നത് ഇതിന്റെ ഫിനിഷിങ്ങും ഇതിന്റെ ഒരു ഡിസൈനും ഒക്കെയാണ്. ഈ ഒരു ഡിസൈനിലല്ലാണ്ട് ഈ ഒരു പ്രൊഡക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളത് എനിക്ക് ഡൗട്ടാണ്. കാര്യം ഈ ഒരു കീ ചെയിൻ ഹോൾഡറും ഒരു ബോട്ടിൽ ഓപ്പണറും ഈ ഒരു LED ലൈറ്റും ഇതിന്റെ ബാക്ക് സൈഡിലുള്ള മാഗ്നറ്റും അല്ലെങ്കിൽ ഇതിന്റെ ഈ ഒരു അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റാൻഡ് പിന്നെ നമ്മുടെ ട്രൈപോഡിന്റെ ഹോൾഡർ ഇങ്ങനെ ഇത്രയും ഫീച്ചേഴ്സ് എല്ലാം കൂടെ ഡിസൈൻ ചെയ്തൊരു കുഞ്ഞു പ്രൊഡക്റ്റ് 45 ഗ്രാം മാത്രം വെയിറ്റ് വരുന്ന ഒരു പ്രോഡക്റ്റിലാണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല അത്യാവശ്യം നല്ല ഫിനിഷിംഗ് വരെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു പ്രൈസിന് ഇത്ര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് കമന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ കമന്റ് ചെയ്യാം. ഈ ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ വെറും 99 രൂപ മാത്രമേ വരുന്നുള്ളൂ. പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസിനല്ല, ഇതിനേക്കാൾ കൂടുതൽ പ്രൈസിന് ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ ഇതിന്റെ വേറെ പ്രോഡക്ട്സ് അവൈലബിൾ ആണ്. കറക്റ്റ് പ്രോഡക്റ്റ് കിട്ടാൻ വേണ്ടി ഈ ഒരു ലിങ്കിൽ തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി. ഹൈലി റെക്കമെൻഡഡ് ആണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇത് പാർട്ട് 1 മാത്രമേ ആയിട്ടുള്ളൂ. ഇതിന്റെ ബാക്കി എപ്പിസോഡ്സിനായിട്ട് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. യു ആർ വാച്ചിങ് വിത്ത് സനക്സ് ആൻഡ് ഐ എം ഡിഫൈ. ബൈ ബൈ.